ആചാര്യ ടി വി ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. ഏകാദശി വ്രതം, വ്രതങ്ങളിൽ 69 വ്രതങ്ങൾ പറയുന്നുണ്ട്. 69 വ്രതങ്ങളിൽ വളരെ വിശേഷപ്പെട്ട വ്രതങ്ങളാണ് 24 ഏകാദശി വ്രതങ്ങള്. ഒരു മാസത്തില് കറുത്ത പക്ഷത്തിലും കൃഷ്ണപക്ഷത്തിലും ശുക്ലപക്ഷത്തിലും 2 ഏകാദശികൾ വരുന്നുണ്ട്. ആ ഓരോ ഏകാദശിക്കും ഓരോ പേരിലാണ് അറിയപ്പെടുന്നത്. 24 ഏകാദശികളാണ്. 69 വ്രതങ്ങളിൽ 24 ഏകാദശിയായിട്ടാണ് വരുന്നത്. ഈ 24 ഏകാദശികളിലും ഓരോ ഏകാദശിക്കും ഓരോ പ്രത്യേകതയും ഓരോ ആഗ്രഹങ്ങളുമാണ് സബലീകരിക്കുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഗുരുവായൂർ ഏകാദശി, സ്വർഗവാതിൽ ഏകാദശി, വൈകുണ്ഠ ഏകാദശിയൊക്കെ. അപ്പൊ ഒരു വർഷത്തിൽ വരുന്ന 24 ഏകാദശികളില് പറയുന്ന പ്രധാനപ്പെട്ട ഏകാദശികൾ എന്ന് പറഞ്ഞാൽ 24 അതിൽ ആദ്യത്തേതാണ് കാമത ഏകാദശി, വരൂധിനി ഏകാദശി, അപര ഏകാദശി, നിർജ്ജല ഏകാദശി, യോഗിനി ഏകാദശി, രംഭ ഏകാദശി, കാമിക ഏകാദശി, പുത്രത ഏകാദശി, പരിവർത്തന ഏകാദശി, അജപത ഏകാദശി, ഇന്ദിര ഏകാദശി, ശയന ഏകാദശി, ഉത്പത്തി ഏകാദശി, ഇങ്ങനെ ഏകാദശികൾ. മോക്ഷ ഏകാദശി, സഫല ഏകാദശി, എടത്തില ഏകാദശി, പുണ്യത ഏകാദശി, ജയ ഏകാദശി, വിജയ ഏകാദശി, അമലീക ഏകാദശി, ദൈവോത്ഥാന ഏകാദശി, പാപക ഏകാദശി, പാപമോചനി ഏകാദശി, മോഹിനി ഏകാദശി, ഇങ്ങനെ 24 ഏകാദശികൾ വരുന്നുണ്ട്. ഈ 24 ഏകാദശിയിലും വളരെ വിശേഷപ്പെട്ട ഏകാദശികളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാ ഏകാദശിയും ഒന്നും ചിലപ്പോൾ എല്ലാവർക്കും സാധിച്ചു എന്ന് വരില്ല. എങ്കിൽ തന്നെയും ഓരോ ഏകാദശിക്കും ഓരോ പർട്ടിക്കുലർ ആയിട്ടുള്ള, ഇപ്പൊ ഒരു പ്രായം 55-60 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഈ പറയുന്ന എല്ലാ ഏകാദശിയും ചിലപ്പോൾ നോക്കാൻ സാധിച്ചു എന്ന് വരാം. നമുക്ക് സ്ത്രീകൾക്ക് ചിലപ്പോ എന്താണ് ഈ പറയുന്ന എല്ലാ ഏകാദശിയും കൃഷ്ണപക്ഷം കിട്ടിയാൽ ചിലപ്പോ ശുക്ലപക്ഷം കിട്ടില്ല, ശുക്ലപക്ഷം കിട്ടുന്നവർക്ക് കൃഷ്ണപക്ഷം കിട്ടില്ല. അപ്പൊ മാസത്തിലെ 2 ഏകാദശിയും ചിലപ്പോൾ സാധിച്ചു എന്ന് വരുന്നതല്ല. പറ്റുന്ന ഏകാദശികൾ എടുക്കാം. എങ്കിൽ തന്നെയും ഈ ഓരോ 24 ഏകാദശിയിൽ ഓരോ ഏകാദശിക്കും നമ്മളുടെ ആഗ്രഹ സബലീകരണത്തിന് ഏത് വ്രതമാണോ ഏത് ഏകാദശിയാണോ എടുക്കേണ്ടത് ആ ഏകാദശി ഏതാണെന്ന് നോക്കി അതിന്റെ ആ ഗുണവത്തായ കാര്യങ്ങൾ നോക്കിയിട്ട് നമ്മൾ ആ ഏകാദശി നോക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഈ പറഞ്ഞ 24 ഏകാദശിയില് നമ്മൾക്ക് ആവശ്യമുള്ള ഏകാദശികൾ നോക്കിയിട്ട് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. ഇനി 24 ഏകാദശിയും ഒരു വർഷത്തിൽ എടുക്കാൻ പറ്റുന്നവര് മഹാപുണ്യമാണ്, ശ്രേഷ്ഠകരമാണ് അവരുടെ ജന്മം തന്നെ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഏകാദശിയുടെ പുണ്യത അനുഭവിക്കുകയാണെങ്കിൽ നമ്മൾ ഏകാദശി വ്രതം എന്താണ്, എങ്ങനെയാണ് ഏകാദശി നോക്കേണ്ടത്, ഏത് ദിവസമാണ് ഏകാദശിയായിട്ട് പൂർണ്ണമായും നമ്മൾ ചെയ്യേണ്ടത്, എങ്ങനെ ഏകാദശി വ്രതം കഴിഞ്ഞ് ഭാരണ വീട്ടണം, ഇതിനെയൊക്കെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ അതുകൊണ്ട് 24 ഏകാദശിയിലും പ്രധാനപ്പെട്ട ഏകാദശികളെ നിങ്ങൾ കണ്ടുപിടിച്ച് അത് നമ്മൾ ചെയ്യുക. അല്ല 24 ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവര് അത് അനുഷ്ഠിച്ചു പോരുക.